വണ്ണം കുറയ്ക്കാനായിട്ട് പട്ടിണി കിടക്കുക, അല്ലെങ്കിൽ ഭക്ഷണമേ ഒഴിവാക്കി കളയുക, ഇത് പല രീതിയിൽ ഡയറ്റ് ചെയ്യുന്നവരുണ്ട്. പക്ഷേ അതത്ര നമ്മൾക്ക് അഡ്വൈസബിൾ അല്ല എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ വണ്ണം കുറയ്ക്കാനായിട്ട് നമ്മൾ ഭക്ഷണം ഒഴിവാക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ തന്നെ നമ്മുടെ ബ്രെയിൻ നമ്മുടെ ശരീരത്തിന് കൊടുക്കുന്ന സിഗ്നൽ എന്താ? യു ആർ ഗോയിങ് ടു സ്റ്റാർവേറ്റ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റെസ്റ്റിംഗ് എനർജി എന്ന് പറയുന്ന ഒരു ഫോമിലേക്ക് ബോഡി കൊണ്ടുപോകും. അത് അതിൻ്റെ ശരീരത്തിൻ്റെ ഫങ്ഷനുകളെ താൽക്കാലികമായി എനർജി കുറഞ്ഞ ലെവലിലേക്ക് കൊണ്ടുവരും. അപ്പോഴും നമ്മുടെ നോർമൽ എനർജിയിൽ വർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ, അപ്പം നമ്മൾ വെറുതെ ഇരുന്നാൽ തന്നെ അവിടെ ഒരു എനർജി എക്സ്പെൻഡിച്ചർ ഉണ്ട് അല്ലേ. അപ്പോൾ ഈ റെസ്റ്റിംഗ് എനർജി എക്സ്പെൻഡിച്ചർ എന്ന മോഡിലേക്ക് ശരീരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന ഒരു ലെവൽ ഓഫ് മെറ്റബോളിസം ഹൈ ആയിരിക്കുകയില്ല, അതുപോലെ തന്നെ നമ്മളുടെ ഫാറ്റ് യൂട്ടിലൈസ്ഡ് ആവുകയില്ല. പക്ഷേ അതേപോലെ തന്നെ മിതമായി ഭക്ഷണം കഴിച്ചുകൊണ്ട് നിങ്ങളുടെ സ്ലീപ്പിനെ കറക്റ്റ് ചെയ്ത് മിതമായ വ്യായാമത്തോടു കൂടി നിങ്ങളുടെ ശരീരത്തിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന ഫാറ്റിനെ എടുത്തുപയോഗിക്കാൻ വേണ്ടി സോളിഡ് ഫാറ്റുകളായ നാച്ചുറൽ ഫാറ്റുകൾ, അതായത് നാച്ചുറൽ ഗീ പോലുള്ളവയെ, അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചറിൽ കട്ടിയായിരിക്കുന്ന ട്രീറ്റ് ചെയ്യപ്പെടാത്ത ഫാറ്റുകളെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലിവർ ക്ലെൻസ് ആവും. അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൽ അമിതമായി കൊഴുപ്പടിയുന്നത് തടയുകയും ചെയ്യും. അപ്പോൾ നമ്മളെല്ലാവരും നമ്മുടെ ബ്രെയിനിൻ്റെ അടിമകളാണ്. നമ്മൾ എന്ത് ചെയ്യാൻ പോയാലും സ്ഥിരമായിട്ട് ഒരേ വ്യായാമം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ അതുകൊണ്ട് നിങ്ങളുടെ വെയിറ്റ് കുറയില്ല. കാരണം ബ്രെയിനിനറിയാം നിങ്ങൾ ചെയ്യാൻ പോകുന്ന അടുത്തത് ഇതാണെന്ന്. അപ്പോൾ എന്ത് വേണം, എന്ത് കണ്ടീഷനിലാണ് വേണ്ടത്? ചിലർക്ക് തെറാപ്യൂട്ടിക് എക്സസൈസ് ആയിരിക്കും വേണ്ടത്, നമ്മൾ വെറുതെ ഒരു യൂട്യൂബ് കണ്ടിട്ട് ചെയ്യുന്ന ഒരു എക്സസൈസ് ആയിരിക്കില്ല. അപ്പം അവിടെ വേണ്ടത് എന്താണോ അത് മാത്രം ചെയ്യുക. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ പാട്ടൊക്കെ കേട്ട് എക്സസൈസ് ചെയ്യുമ്പോഴും നമ്മളുടെ ആ ഒരു ശരീരത്തിന് കിട്ടേണ്ട, എക്സസൈസ് ചെയ്യുമ്പം ശരിക്കും നമ്മുടെ ശരീരത്തിൽ ഓക്സിറ്റോസിൻ പുറപ്പെടുവിക്കുകയാണ് ചെയ്യേണ്ടത്. ആ ഒരു കെമിക്കൽ നമ്മൾ അമ്മയായിരിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബ്യൂട്ടിഫുള്ളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നത്. ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാരാണ് ശരിക്കും ആ ഒരു ഹെവൻലി ഫീലിംഗ് അനുഭവിക്കുന്നത്. അപ്പോൾ അതാണ് തന്നെയാണ് നമുക്ക് എക്സസൈസ് ചെയ്യുമ്പോഴും കിട്ടുന്നത്. അത് കിട്ടണമെങ്കിൽ നമ്മളുടെ ബ്രെയിനിനെയും ശരീരത്തെയും പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് തന്നെ വ്യായാമം ചെയ്യണം.